ഈ പറയുന്നത് പോലെ തന്നെ അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന വാർ ഇന്റർവെൻഷനെ ഈ പറയുന്ന പോലെ തന്നെ IFAB പറയുന്നതനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ അർജന്റീനയ്ക്ക് വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുകയായിരുന്നു എന്നുള്ള തിയറി ഒരുപാട് പേര് പറയുന്നത് കൊണ്ടാണ് ഈ നിയമത്തെക്കുറിച്ച് വീണ്ടും ഒന്നും കൂടെ പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നത്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കാര്യപരിപാടികൾ നിങ്ങൾക്ക് യൂട്യൂബിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കൂടണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വെൽക്കം ടു ET പോഡ്കാസ്റ്റ് ഫുട്ബോൾ ക്ലബ് ആൻഡ് ദിസ് ഇസ് RJ ആൻഡപ്പൻ. എടാ, ആദ്യം തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എംബോളോയുടെ സാധനം റെഡ് കാർഡ് കൊടുക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയാം, സെക്കൻഡ് യെല്ലോ കൊടുത്ത് റെഡ് കിട്ടാൻ ഡിസേർവിംഗ് ആയിരുന്നു എംബോളോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് IFAB എവിടെയും ഒന്നും സ്റ്റേറ്റ് ചെയ്തിട്ടില്ല. ആൻഡ് റെഫറിങ് ഡിസിഷൻസിൽ ഈ പറയുന്ന പോലെ തന്നെ ലോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എംബോളോയ്ക്ക് റെഡ് കാർഡ് കൊടുക്കാനുള്ള എല്ലാ റൂൾസും നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഈ വിഷയം വീണ്ടും ചർച്ചയ്ക്ക് വന്ന് ഇത് അർജന്റീനയുടെ തലയിലേക്ക് ചാർത്താനായിട്ട് ആൾക്കാർ ശ്രമിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? അതാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഈ മത്സരം കഴിഞ്ഞിട്ട് അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരത്തെക്കുറിച്ച് മാത്രമല്ല ഈ പറയുന്ന പോലെ തന്നെ IFAB സ്റ്റേറ്റ് ചെയ്തത്. അത് പലരും മനഃപൂർവ്വം നൈസായിട്ട് അങ്ങോട്ട് ഇഗ്നോർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമാണല്ലോ അർജന്റീനയുടെ തലയെ കൊണ്ട് നമുക്ക് ചാർത്താൻ പറ്റുള്ളൂ. അതായത് USA പരാജയ മത്സരത്തിലും ഇതുപോലെ തന്നെ വാർ ഇന്റർവീൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. സത്യം പറയാലോ, 2026 വേൾഡ് കപ്പിൽ വാർ ആയിക്കോട്ടെ റെഫറിങ് ആയിക്കോട്ടെ ഒരുപാട് കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ചാനൽ നിങ്ങൾ മുമ്പ് മുതലേ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ 2026 വേൾഡ് കപ്പ് ടൂർണമെൻറ്റ് ഗ്രൂപ്പ് സ്റ്റേജിൽ തുടങ്ങിയ ആ സമയം മുതൽ, അന്ന് അർജന്റീനയ്ക്ക് അനുകൂലമായിട്ടുള്ള മത്സരങ്ങൾ നടന്നിട്ട് പോലും ഇല്ല, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലുള്ള ആ ഇൻസിഡൻസ് അനുകൂലമാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ് മുതലേ നമ്മുടെ വീഡിയോസിൽ നമ്മൾ പറഞ്ഞതാണ് ഈ പറയുന്ന പോലെ തന്നെ വാർ ആയിക്കോട്ടെ അതുപോലെ തന്നെ റെഫറിങ് ഡിസിഷൻ ആയിക്കോട്ടെ ഫസ്റ്റ് മാച്ചിൽ കൊടുത്തുള്ള റെഡ് കാർഡുകൾ എന്തിനായിരുന്നു അത്രയും റെഡ് കാർഡുകൾ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. എന്നാലും നമുക്ക് ഈ ഒരു വിഷയത്തിലേക്ക് തന്നെ വരാം. ഇവിടെ എന്താണ് ഇൻസിഡൻ്റ് എന്ന് ഓർക്കാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പോലെ തന്നെ കളിയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്ന സ്വിറ്റ്സർലൻഡ് 1-1 നിൽക്കുന്നു. ഇനി അടുത്തത് ഓൾമോസ്റ്റ് കയ്യിൽ കളി ആക്കി നിർത്തുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോമിനൻസ് ഒക്കെ സ്വിറ്റ്സർലൻഡിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെരേരസുമായിട്ടുള്ള ഒരു ഫൗൾ അവിടെ ഉണ്ടാവുന്നത്. ആൻഡ് ഇതിൽ ഫസ്റ്റ് ഡിസിഷൻ റെഫറി ചെയ്തതെന്ന് പറയുന്നത് അർജന്റീനിയൻ പ്ലെയർ ആയിട്ടുള്ള പെരേരസിനെതിരെ എന്ത് ചെയ്തു, കാർഡ് കൊടുത്തു എന്നുള്ളതാണ്. അതിന് റഫായിട്ടുള്ള ഈ പറയുന്ന പോലെ ഫൗള് എന്നുള്ള രീതിയിലാണ് ആ കാർഡ് വന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമുക്കറിയാം. അവിടെയാണ് എന്ത് ചെയ്തത്, വാർ ഇൻ്റർവീൻ ചെയ്തത് എന്നുള്ളതാണ്. വാർ ഇൻ്റർവീൻ ചെയ്യുമ്പോൾ പ്രോട്ടോകോൾ അനുസരിച്ച് ഈ പറയുന്നത് പോലെ തന്നെ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, പെരേരസിന് കാർഡ് കൊടുക്കേണ്ടതായിരുന്നു അല്ലയോ, അല്ലെങ്കിൽ അതിൽ എന്ത് മിസ്റ്റേക്കാണ് സംഭവിച്ചത്, അതിലെന്താണ് തിരുത്തൽ ഈ പറയുന്ന പോലെ തന്നെ റെഫറി വരുത്തേണ്ടത്. ഇതാണ് വാർ ഇൻ്റർവീൻ ചെയ്യുമ്പോൾ വരുന്ന കാര്യങ്ങൾ. ആൻഡ് സ്വാഭാവികമായിട്ടും ഇതിൽ എന്തായി, ഈ പറയുന്നത് പോലെ നോക്കിയപ്പോൾ സിമുലേഷൻ നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഫേക്ക് ഡൈവ് എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന സംഭവം ചെയ്തിരിക്കുന്നത് എംബോളോ ആണ്. സോ ടെക്നിക്കലി സ്പീക്കിംഗ് ഈ പറയുന്നത് പോലെ തന്നെ പെരേരസിന് എന്ത് കൊടുക്കാൻ പാടില്ല, കാർഡ് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. സോ അത് റദ്ദാക്കാനുള്ള റൂള് മാത്രമാണ് സത്യത്തിൽ എന്തുണ്ടാവുക, റൂളെന്നല്ല പറയാൻ പറ്റുക, പ്രോട്ടോകോൾ അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ എന്ത് പറ്റുള്ളൂ, വാർ ഇൻ്റർവീൻ ചെയ്യുന്ന സിറ്റുവേഷൻസിൽ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു അഡീഷണൽ ആയിട്ട്, ഈ പറയുന്ന പോലെ തന്നെ റഫറിയുടെ കണ്ണിൽ എംബോളോയുടെ ഡൈവ് സ്റ്റിമുലേഷനോ അല്ലെങ്കിൽ ഫേക്ക് ഡൈവ് എന്നോ ആക്ടിങ് എന്നോ എന്നൊക്കെ എന്ത് വേണമെങ്കിലും വിളിക്കാവുന്ന സംഭവം അതും കൂടെ ഐഡൻറ്റിഫൈ ചെയ്തപ്പോൾ അവിടെ എന്ത് ചെയ്തു, ഒരു സെക്കൻഡ് യെല്ലോ കാർഡ് കൊടുത്തു. അതിനുള്ള ഗ്രൗണ്ട്സ് വാർ ഇൻ്റർവീൻ ചെയ്യുമ്പോൾ പറ്റില്ല എന്നുള്ളത് മാത്രമേ എന്ത് പറഞ്ഞിട്ടുള്ളൂ, IFAB പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അതിലെവിടെയും, കാരണം ഇതിൻ്റെ ഒപ്പം തന്നെ ഇതേ ഇൻസിഡൻറ്റ് എവിടെ സംഭവിച്ചിട്ടുണ്ട്, USA പരാജയ മത്സരത്തിലും സംഭവിച്ചിട്ടുണ്ട്. അവിടെയും ഈ പറയുന്നത് പോലെ തന്നെ കൊടുത്തിരുന്ന കാർഡ് ഈ പറയുന്നത് പോലെ തന്നെ റിട്ടേൺ ചെയ്ത് മറ്റ് പ്ലെയറിന്, അതായത് ആരാണോ ഫേക്ക് ചെയ്തത് അവർക്ക് കൊടുത്തതിൽ വിയോജിപ്പ് അപ്പോഴും IFAB പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ പറയുന്നത് പോലെ തന്നെ വാർ പ്രോട്ടോകോൾ അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പയർ ചെയ്തിട്ടുള്ള വഴികൾ ശരിയല്ല എന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ അതിൻ്റെ സാധനം. ഇതിൽ ആൾക്കാർ ഇതിനെ ഒരു വടിയായിട്ട് എടുക്കുകയാണ്. എന്തിന്, എന്തായാലും അർജന്റീന ഫൈനൽ വരെ എത്തി,
അപ്പോൾ പിന്നെ അതിനെ ഒന്ന് നശിപ്പിക്കണം. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ അർജന്റീനയ്ക്ക് അനുകൂലമായിട്ടാണ് ഫിഫ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. അങ്ങനെ ആക്കി മാറ്റാനായിട്ട് ഇതിലെ ഈ ചില വാക്കുകൾ നമ്മൾ എടുത്താൽ മതി. എസ്പെഷ്യലി USA പരാജയ മത്സരത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം അങ്ങ് മൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കൂ, അർജന്റീനയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനം മാത്രമാണ് IFAB കണ്ടുപിടിച്ചത് എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റും. അടിപൊളി തിയറിയാണ്. എന്തായാലും ഇതിൽ എവിടെയും റെഫറിങ് ഡിസിഷൻസ് അർജന്റീനയ്ക്ക് അനുകൂലമായിരുന്നു എന്നുള്ളതേ അല്ല IFAB പറഞ്ഞിട്ടുള്ളത്. വാർ ഇൻ്റർവീൻ ചെയ്യേണ്ട പ്രോട്ടോകോളുകളിൽ തെറ്റ് പറ്റിയിട്ടുള്ള 2 മത്സരങ്ങളാണ് ഈ പറയുന്ന പോലെ തന്നെ USA പരാഗയെന്നും അർജന്റീന സ്വിറ്റ്സർലൻഡെന്നും എന്നും മാത്രമേ IFAB ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് പേർക്ക് ഇതൊരു സന്തോഷം ഉണ്ടാക്കുന്ന വാർത്തയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെ വളച്ചൊടിച്ചാൽ അങ്ങനെ ആവുമെങ്കിൽ അതങ്ങനെ ആക്കി എടുക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അപ്പോഴും നേരത്തെ ഈ പറയുന്നത് പോലെ തന്നെ എംബോളോയ്ക്ക് റെഡ് കാർഡ് കിട്ടേണ്ടതാണോ അല്ലെങ്കിൽ അതൊരു ഡിസേർവിംഗ് ആണോ എന്നുള്ളൊരു ചോദ്യം IFABക്ക് വന്നാൽ, ഒന്നാമത്തെ കാര്യം IFAB അങ്ങനെയുള്ള സാധനങ്ങളിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പറയത്തില്ല. കാരണം അപ്പോഴും അവർ ആ ഇൻസിഡൻറ്റ് എടുത്തിട്ട് ഇൻ കേസ് ഇഫ് നീഡഡ് റൂള് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ 2018 സമയത്ത് ഫ്രാൻസ് ഓസ്ട്രേലിയ മത്സരത്തിലാണെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു ഹാൻഡ് ബോൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നിട്ടുള്ള റൂൾ ചേഞ്ചുകൾ, അതുപോലെ ചാമ്പ്യൻസ് ലീഗിലൊക്കെ ഉള്ള കുറേ റൂൾ ചേഞ്ചുകൾ ഇതുപോലുള്ള മിസ്റ്റേക്സ് ഉണ്ടാവുന്ന ഇൻസിഡൻസിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് IFAB ചെയ്യാറുള്ളത്. അല്ലാതെ ഒരിക്കലും ഒരു മാച്ചിൻ്റെ ഇന്ന സംഭവങ്ങൾ, തെറ്റായ ഡിസിഷൻസ്, റെഫറിങ് ഡിസിഷൻസ് ഇങ്ങനെ ആയിരുന്നു എന്നുള്ളതൊന്നും IFAB എവിടെയും വന്ന് സ്റ്റേറ്റ് ചെയ്തിട്ടില്ല. അത് മുമ്പും ചെയ്തിട്ടില്ല, ഇനി ചെയ്യാനും പോകില്ല. കാരണം അതല്ല IFABയുടെ പണി എന്നുള്ളതാണ്. ഇനിയെങ്കിലും ഈ ഇൻസിഡൻറ്റ് കുറച്ചെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഈ ഒരൊറ്റ സാധനം എടുത്തുകൊണ്ട് കണ്ടില്ലേ ഫിഫ അല്ലെങ്കിലും അർജന്റീനയ്ക്ക് എന്ന് പറയുന്നവരോട് ഒന്നും പറയാനായിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. സോ അപ്പോൾ നമ്മുടെ കാര്യപരിപാടികളൊക്കെ നിങ്ങൾക്ക് ഇതുവരെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അപ്പോൾ ചിൽ കുപ്പിച്ചിൽ.